Hi all, etc.Do മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഫുഡ് വേസ്റ്റ് ഉണ്ടല്ലോ, കിച്ചണിലെ ഫുഡ് വേസ്റ്റ് ശാസ്ത്രീയമായിട്ട് തന്നെ കമ്പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് Geebin എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. ഇത് കോർപ്പറേഷൻ ഓഫീസിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഇതിൻ്റെ ഔട്ടർ ലെയർ ഒന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഇന്നർ ലെയറും പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇതാ ഈ ഫസ്റ്റ് ലെയറിലാണ് നമ്മൾ വേസ്റ്റ് ഒക്കെ ഇടുക. അപ്പോൾ അതിൻ്റെ താഴെയുള്ള വേസ്റ്റിങ്ങിൻ്റെ അകത്ത് നമുക്ക് ഈ ഡീകോമൻ ഫ്ലോറിൻ്റെ ഇനാക്കുലം ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ഇനാക്കുലം. ഇത് ചകിരിച്ചോറും ഇനാക്കുലവും കൂടി മിക്സ് ആയിട്ട് വരുന്നതാണ്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്ലൗവൊക്കെ യൂസ് ചെയ്യുന്നവർ യൂസ് ചെയ്തിട്ട് ചെയ്തോളൂ. അങ്ങനെപ്പോൾ ഇതാണ് ഇത് നമ്മൾ ഇടുന്നത്. നമ്മളെ വേസ്റ്റിൽ നിന്ന് എന്തെങ്കിലും എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ വരികയാണെങ്കിൽ അത് ഇത് അബ്സോർബ് ചെയ്തെടുത്തോളും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നത്. അപ്പോൾ 1 ഇഞ്ച് ലെയറിൽ തന്നെ നമ്മൾ ഇത് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതാ ഇതിൻ്റെ ഇന്നർ ലെയർ ഉണ്ടല്ലോ, ഇന്നറിങ് ഇതിലേക്ക് വച്ചു കൊടുക്കാം. അപ്പോൾ വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു പോർഷൻ ഇവിടെ നമുക്കൊരു ലോക്കായി കിട്ടും. ആ സ്ഥലത്ത് തന്നെ കറക്റ്റ് നോക്കിയിട്ട് വേണം വെക്കാനായിട്ട്. അതേപോലെ തന്നെ പുറത്ത് ഇതിൻ്റെ ഔട്ടർ റിങ്ങും ഇട്ടു. ഇതിൻ്റെ മുകളിലുള്ള റിങ്ങിൽ ഒരു ലെയർ അതേപോലെ തന്നെ നമ്മൾ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അടിയിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചു വെച്ച് കൊടുക്കാം. ഇനി ഒരു ദിവസം ഇതിങ്ങനെ കിടക്കട്ടെ. നാളെ നമുക്കുള്ള വേസ്റ്റൊക്കെ ഇതിനകത്ത് കൊണ്ടുപോയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ ഒരു ദിവസം നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഇനാക്കുലം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസത്തെ വേസ്റ്റൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിതാ ഈ ഔട്ടർ റിങ് ഒന്ന് തുറന്നു കൊടുക്കാം. അപ്പോൾ നമുക്കിതാ ഇതിങ്ങനെ തുറന്നു കൊടുക്കാം. നമുക്കിതാ ഈ വേസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഒരു ഭാഗത്ത് ഇങ്ങനെ കൂട്ടിയിട്ട് കൊടുക്കുക. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ ഭാഗത്തേക്കും കൂടി ആയിട്ട് വേസ്റ്റ് ഇട്ട് കൊടുക്കുക. നമുക്ക് ഒരു ലെയർ ഈ ചകിരിച്ചോറ് മിക്സ് ചെയ്തിട്ടുള്ള ഇനാക്കുലം ഇട്ട് കൊടുക്കുക. എന്നാലാണ് അതിൻ്റെ അധികമായിട്ടുള്ള വെള്ളമൊക്കെ അബ്സോർബ് ചെയ്തിട്ട് ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതിരിക്കുള്ളൂ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കൂട്ടി കൊടുക്കാം. ഇനി നാളെ നമുക്ക് ഇതേപോലെ തന്നെ നാളത്തെ ഇന്നുണ്ടായിട്ടുള്ള വേസ്റ്റൊക്കെ ഇതിൽ കൊണ്ടിടാം. അതേപോലെ തന്നെ മുകളിൽ ആ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. എന്നിട്ടിത് ഫില്ലായി കഴിയുന്ന സമയത്ത് നമുക്ക് ഇതിനെടുത്ത് താഴേക്ക് വെച്ചിട്ട് ഈ താഴെയുള്ള റിങ് ഉണ്ടല്ലോ അത് മുകളിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ മറ്റ് 2 റിങ് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് ഫില്ല് ചെയ്തിട്ടുള്ള ഇതിൻ്റെ അകത്ത് കമ്പോസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കും.
അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സായിട്ട് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.